എന്തോ സീരിയസ് ആയിട്ട് പറയണമെന്ന് പറഞ്ഞല്ലോ. അല്ല, കോളേജിൽ ഒരു ഫാഷൻ ഷോ നടത്തുന്നുണ്ടേ. കാണാൻ പോണോ? പൊക്കോ. അതിന്റെ അടുത്ത് ചോദിക്കണം എന്തിന്? കാണാനല്ല, ഫാഷൻ ഷോയിലൊന്ന് ചേർന്നാലോ എന്ന് ചേട്ടനോട് ചോദിക്കാൻ. സൂര്യ, ഒരു കാമുകന്റെ മുഖത്തേക്ക് ചോദിക്കാൻ നിനക്ക് തന്നെ ധൈര്യം വന്നടി? അതിന് ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. എടി, ഈ ഫാഷൻ ഷോ എന്ന് പറഞ്ഞാൽ ഈ ചന്തികൂലിക്ക് പോണ സംഭവമല്ലേ? ഇതിനൊക്കെ ഇറങ്ങുമ്പം ആമ്പിള്ളേർ എവിടെയാണ് നോക്കണമെന്ന് അറിയാമോ? ചേട്ടനായിരുന്നെങ്കിൽ എവിടെ ആയിരിക്കും നോക്കുന്നത്? ഞാൻ മുഖത്ത്. അങ്ങനെ ആയിരിക്കൂല എല്ലാരും നോക്കുന്നത്. എല്ലാരും എന്നെ പോലെയാണോ? അല്ല. ഇപ്പൊ ഞാൻ ഭയങ്കര ടോക്സിക് ആണെന്ന് എനിക്ക് തോന്നും, പക്ഷെ എല്ലാം നിന്റെ നല്ലതിനാണെന്ന് എനിക്ക് ഒരു ദിവസം മനസ്സിലാവും. ഉള്ള ഫ്രീഡം കളയല്ലേ പ്ലീസ്. ഫാഷൻ ഷോ കിട്ടിയില്ലോ. എന്തോന്ന് ഫ്രീഡം? ഇതൊരുമാതിരി നോർത്ത് കൊറിയയിലെ പെട്ട അവസ്ഥയായി. ഇന്ന് ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടില്ലായിരുന്നോ? ആ, അതുൽ ചേട്ടന്റെ ബർത്ത്ഡേ. ബർത്ത്ഡേ അവിടെ നിൽക്കട്ടെ, അതിന്റെ തൊട്ടിപ്പുറത്ത് എന്താ ഇട്ടേക്കുന്നത്? കേക്കിന്റെ സ്റ്റിക്കർ. അതിന്റെ തൊട്ടിപ്പുറത്ത് ബലൂൺ. അതിന്റെ തൊട്ടിപ്പുറത്ത് ലവ്. അതിന്റെ തൊട്ടിപ്പുറത്ത് കിസിന്റെ സ്റ്റിക്കർ. നീ എന്താടി കണ്ടോമാരെ ബർത്ത്ഡേക്ക് ലവിന്റെയും കിസിന്റെ സ്റ്റിക്കർ എടുത്തിടണം? ചേട്ടാ, ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റിക്കർ. ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റിക്കർ. നിനക്ക് അവന്മാർക്കല്ല, അവന്മാര് മുതലെടുക്കും. ഞാൻ ടോക്സിക് ആയോണ്ടല്ല, ആമ്പിളയുടെ സ്വഭാവം എനിക്കറിയാം. കേട്ടേ, ഇതെന്ത് ഡ്രസ്സറി ഇട്ടേക്കണം? ചേട്ടാ, അത് ഞാൻ ഫോട്ടോഷൂട്ടിന് വേണ്ടി. എന്ത് ഫോട്ടോഷൂട്ട്? എടി, ഇതില് മാന്യമായിട്ടുള്ള വല്ല മീൻ പിടിക്കുന്നവരെല്ലാം. നീ ചുമ്മാ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്ത് ചുമ്മാ എന്നെ ടെൻഷൻ ആക്കല്ലേ. പുറത്തുനിന്ന് ആൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഞാൻ ഭയങ്കര ടോക്സിക് ആണെന്ന്. നീയാണ് എന്നെ ടോക്സിക് ആക്കണത്. മതി, ഇന്നത്തോടെ നിന്റെ ഫ്രീഡം മതി, എല്ലാം നിർത്തിക്കും. ചേട്ടാ, ഞാൻ ഒന്നിനും ചേട്ടനെ റെസ്ട്രിക്ട് ചെയ്യുന്നില്ലല്ലോ. അതിന് എനിക്ക് നഷ്ടപ്പെടൊന്നുമില്ലല്ലോ. പിന്നെ എനിക്കെന്തുണ്ട്? ചാരിത്രം. മടുത്ത് റിലേഷൻ. നിങ്ങൾ ഭയങ്കര ടോക്സിക് ആണ്. ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. അല്ലെങ്കിൽ ടോക്സിക് ചെയ്ത് കെയർ ചെയ്യാന്ന് അറിഞ്ഞൂടല്ല, അത് അങ്ങനെ ഒരു സൂര്യ. ആകാശേട്ടൻ നെഞ്ചുവേന എടുക്കണ്. നീ പറഞ്ഞത് സീരിയസ് ആയിട്ടാണ്? സീരിയസ് ആയിട്ടാണ്. ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിട്ടേ പറഞ്ഞിട്ടുള്ളൂ. അത് നിനക്ക് ഇപ്പൊ മനസ്സിലാവൂല, പിന്നെ എപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലാവും. അന്ന് ചിലപ്പോ ഞാൻ വേറെ ഏതെങ്കിലും പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കണായിരിക്കും. അവളുടെ വിധി. സൂര്യയുടെ ഫാദർ അല്ലേ? അതെ. അങ്ങളെ ഞാൻ ആകാശാണേ. പിന്നെ അങ്ങളെ സൂര്യയുടെ പോക്ക് ഇപ്പൊ അത്ര ശരിയല്ല. പിന്നെ ഇപ്പൊ ഇടുന്നേക്കെ ഭയങ്കര ചെറിയ ഡ്രസ്സാണ്. പിന്നെ എപ്പോഴും ആമ്പിളാരോട് നടത്തുമൊക്കെ. പിന്നെ ഇപ്പൊ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊരു വൾഗർ പരിപാടിയാണ്. ഞങ്ങളെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവുക പെങ്കൊച്ച്. തെറ്റൊക്കെ ഞങ്ങൾ അടിയൊക്കെ കൊടുക്കണം കേട്ടാ. ചുമ്മാണ് എന്റെ മോള് നിന്നെ ബ്രാക്കപ്പ് ചെയ്താ. എടാ, അവക്ക് ഇഷ്ടമുള്ളതുപോലെ അവള് ജീവിക്കും. അവളാരും അടിമയല്ല. ഇനി മേലെ എന്റെ മോളെ ശല്യപ്പെടുത്തി പോലെ വച്ചിട്ട് പോടാ. നല്ല പെമ്പിള്ളേർക്ക് കിട്ടുന്ന ഇതുപോലത്തെ വല്ല ടോക്സിക്കും അവരെ ഹരാസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആൺകുട്ടിയായിരിക്കും, അല്ലെങ്കിൽ പയ്യന്മാരായിരിക്കും. അത് എങ്ങനെയാണ് അത് കിട്ടുന്നതെന്ന് ഒരു